is അല്ലേ? with us. ഇന്ന് സങ്കടപ്പെടുത്തുവാൻ ദുഷ്ടൻ ശ്രമിച്ചു. Satan tried to പക്ഷേ harm us, കർത്താവ് വിടുവിച്ചു. but God has ആമേൻ. delivered. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us lift our ദൈവിക hands and praise പ്രൊട്ടക്ഷനായിട്ട് God. സ്തോത്രം ചെയ്യാം. Thank God for the ആമേൻ. protection. നമ്മുടെയൊക്കെയും ഡ്രൈവിങ്ങിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. So many times when we drive, the same thing can happen. ചിലപ്പോൾ മയങ്ങി പോകാറുണ്ട്. Sometimes we doze off or ആമേൻ. sleep, എന്നാലും യാതൊരു ആപത്തും പറ്റാതെ കർത്താവ് but God protected us. ആമേൻ. Amen. കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for that. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Let God bless all of us. കോൺഫറൻസുകളൊക്കെ നടക്കുന്നു. നമ്മുടെ രാജ്യത്തോടുള്ള ബന്ധത്തിലൊക്കെ കോൺഫറൻസുകൾ മേഖലയിൽ നല്ലൊരു കോൺഫറൻസ് നടക്കുവാനിടയായി. So many conferences are happening in North America, and also there's a WPC happened here. ഡ്രൈവിംഗിൽ പോലും പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപയട്ടെ. We should pray even while we are driving. കാരണം ഒരു സമയത്ത് സുവിശേഷത്തിന് വേണ്ടി നിന്നുവെങ്കിൽ Once upon a time stood for the ആ gospel. ദേശം ദൈവജനത്തെ തിന്നുകളയുന്ന ദേശമായി മാറിയെങ്കിൽ Then that land devoured the people of God. ആമേൻ. പൈശാചിക ശക്തി ഒരുപാട് കൃപയിലായിരിക്കും. That means the evil forces are in a mighty അവിടെ position. വേണം നമ്മുടെ തലമുറകൾ വളർന്നു വരുവാൻ. So that is the place where our generation is growing up. ഇറ്റ്സ് എ സീരിയസ് ഡീൽ. So it's a very seriously we should ഈ consider. നാളുകളിലത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. So we should pray very earnestly and very seriously. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ. Let the grace of God be with us. ഇന്ന് നാം വായിച്ചത് ഹല്ലേലൂയ 37-ാമത്തെ സങ്കീർത്തനമാണ്. Today we read the Psalms 37. ഈ സങ്കീർത്തനം ധ്യാനിച്ചിട്ടുള്ള വിചിന്തനം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? Did any of you meditated on this psalm? നമ്മൾ വായിച്ചിട്ടുണ്ട്. We might have read it. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ധ്യാനിച്ചിട്ടുണ്ടോ? But did you meditated? എന്തിനാ ദൈവവചനം തന്നിരിക്കുന്നത്? Why the word of God given? അകത്തെ മനുഷ്യന്റെ ആഹാരമാണ്. It is the food for our inner man. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോലും ആഹാരം കഴിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് വരുന്നില്ല. Even on fasting prayer, we could not avoid food. കഴിഞ്ഞ മാസം ഞങ്ങളൊരു പാസ്റ്ററുമായിട്ട് സംസാരിക്കുകയായിരുന്നു. I was talking to a pastor. അപ്പം ഞാൻ പറഞ്ഞു സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. So I told there's a fasting prayer going on. അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാ മാസവും 3 ദിവസം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. So he told we also have 3 days every month. ഉപവാസ പ്രാർത്ഥനയെന്ന് ഞാൻ പറയത്തില്ല, പ്രാർത്ഥന 3 ദിവസത്തെ പ്രാർത്ഥനയെന്നേ പറയത്തുള്ളൂ. So he told I won't call it as a fasting prayer, but it's a prayer. അവരുടെ നോട്ടീസ് ബോർഡിലും അങ്ങനെ ആയിട്ടിരിക്കുന്നത്. Even their notice board, it is ഉപവസിക്കുന്നവരാരും ഇല്ല. because nobody is fasting. കൃപയാൽ നമ്മുടെ ചർച്ചിൽ ചിലരൊക്കെ ഉപവസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I'm so happy at least a few people are fasting in our church. ജോലിയുള്ള ബന്ധത്തിൽ ഉപവസിക്കുന്നവരുണ്ട്. Even though they are working, they still fast. അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. I'm not agreeing with ആഹാരം that. കഴിക്കാതെ ജോലി ചെയ്താൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ക്ഷീണമുണ്ടാകും. Without food, if you work, it will affect your life. ഉപവസിക്കാനായിട്ട് ദൈവത്തിന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ദിവസങ്ങൾ വേർതിരിക്കുകയും ആ സമയത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കുക. So if you are decided, okay, I'm going to fast, then without work or take leave, and then you fast and pray. നമ്മൾ ഉപവാസിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പിണങ്ങത്തൊന്നുമില്ല. If you are not fasting, then God is not going to ആഹാരം hate കഴിച്ച് us. സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നതാണ് ദൈവാത്മാവിന് ഇഷ്ടം. God wants us to be happy, having food and prayer. ചില സമയങ്ങളിൽ ഈ ജാതി അഴിഞ്ഞു പോകേണ്ടത്. But certain times when we need deliverance. നമുക്ക് ദൈവസന്നിധിയോട് കൂടുതൽ അടുത്തില്ലുവാൻ, to be upright in the presence of God, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ അടുത്തില്ലുവാൻ. If you want to increase in our spiritual life, come near to the presence of God. നമ്മെ ശോധന ചെയ്യുവാൻ നാം സമയം വേർതിരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. That time we need to take time to do a self assessment. പൈശാചിക ശക്തികളുടെ മേലുള്ള പവർ റിസീവ് ചെയ്യേണ്ടതിന് നാം വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. To get the victory over the evil forces, we need to separate our times. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Let God help us. നെബ്രദനെയൊക്കെ കർത്താവ് വിടുവിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. I'm happy Nebi brother was delivered. നാട്ടിൽ നടന്ന ഒരു ആക്സിഡന്റിന്റെ വീഡിയോ ഞാൻ കാണുവാനിടയായി. I saw the other day a video of an accident in ഒരു India. ബസ് അതിവേഗം വന്ന് കൺട്രോൾ നഷ്ടപ്പെട്ട് വളവായപ്പോൾ ചവിട്ടി ആ വണ്ടി നേരെ സൈഡിലുള്ള ഒരു കമ്പിവേലിയിലോട്ട് പോയി മറിഞ്ഞ് രണ്ടായി മാറി. There was a bus coming high speed, and suddenly the lanes were shortened, and he applied the brake, and it was turned upside down and died. ആ ആക്സിഡന്റ് കണ്ടാൽ ഒരാൾ പോലും രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. If you see that accident, you cannot imagine anybody saved. എന്നാൽ ഒരാൾ മരിക്കുവാനിടയായി, ബാക്കി എല്ലാം 27 പേരുണ്ടായി, 26 പേരും രക്ഷപ്പെട്ടു. Only one person died, 26 people were protected, saved. ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
I'm talking about India. ആമേൻ. ദൈവത്തിന്റെ ഒരു സംരക്ഷണം എല്ലാവരുടെ മേലും ഉണ്ട്. God's protection is with ആമേൻ. all of us. ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും God's തന്റെ sunlight, മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവം. yeah, God's sunlight shine upon evil and righteous people. ആമേൻ. Say. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മേൽ എത്ര അധികമാണ്. Then how much more we will get നാം blessings. ദൈവിക ആമേൻ സുരക്ഷിതത്വത്തിന് കീഴിലാണ്. We are under the protection of God. പരിശുദ്ധാത്മാവിന്റെ ചിറക് നമുക്ക് മീതെ വിരിച്ചിട്ടുണ്ട്. The Holy Spirit's wing is with us. ആമേൻ. നമ്മുടെ തലമുറകൾക്ക് മീതെ പരിശുദ്ധാത്മാവിന്റെ ചിറക് വിരിച്ചിട്ടുണ്ട്. Our generation is protected by the ആമേൻ. wings of the Holy Spirit. യേശുവിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിലാണ് നാം. We are under the blood of Jesus. ആമേൻ. ഈ ദിവസങ്ങളിൽ കൂടുതൽ അത് ഹല്ലേലൂയ നാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. We should understand in our spiritual life. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനം ബൈബിൾ ക്വിസിന് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. So we should not learn the word of God just for the Bible quiz, പ്രസംഗിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. not just for preaching. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സന്ദർഭവശാൽ പറയട്ടെ. I want to add one more thing in relation to that. ആമേൻ. ഇപ്പോൾ പ്രസംഗിക്കുന്ന പലരും ഈ ഇന്റർനെറ്റിൽ നിന്നും ആമേൻ അതുപോലെ മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടിട്ടും ഒക്കെയാണ് കാര്യങ്ങളെ പ്രിപ്പയർ ചെയ്ത് ബൈബിൾ വായിക്കും, പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കുന്നത്. So many times when people are preparing for a sermon, they will hear the similar sermons or other sermons from the video or from the internet web. എൻ്റെ ഒരു സ്നേഹിതൻ പറയാറുണ്ട്, there is nothing free under the sun. സൂര്യന്റെ കീഴിൽ ഒന്നും ആ മേഖലയിൽ എന്താ ഫ്രീ ആയിട്ടില്ല. Yeah, my friend used to say there's nothing free under the sun. ആ മേഖലയിൽ അപ്പോൾ ദൈവം നമുക്ക് ഫ്രീ ആക്കി തന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ആമേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓക്സിജനും ആമേ നമുക്ക് ഈ തന്നിരിക്കുന്ന ഭൂമി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ. ആ മേഖലയിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഫ്രീ അല്ല. So God has given us a free oxygen and the land, the earth. Otherwise, nothing is free. കർത്താവ് ധാരാളമായി തന്നിരിക്കുന്ന സംഗതി ഒരു സിലിണ്ടറിനകത്തു നമ്മുടെ ആ മേഖല മൂക്കിലേക്ക് ഇവിടെ കടുപ്പിച്ച് തരികയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? So just imagine if the oxygen was given by Praise the God according to the ration, connecting a gas from the gas oxygen gas cylinder a pipe to our nose. Just imagine that situation. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തോട് എത്ര നന്ദിയുള്ളവരാകണം. How much more we should be thankful. ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ So how much more we should be thankful to God. നന്ദിയുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളത്. The meaning of that is we should be with a heart of Amen. gratitude. അതാണ് നമ്മുടെ ജീവിതമാണ് ആരാധന. So our life is the worship. ആമേൻ. അത് സംഭവിക്കണമെങ്കിൽ ആമേൻ വചനം നാം ധ്യാനിക്കണം. If that needs to be done, then we should meditate the word of God. ഈ വചനത്തിന് മാത്രമേ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. Only word of God can transform you. വചനമാകുന്ന കണ്ണാടിയിൽ കൂടെ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയൂ. Only we can see ourselves with the word, treating it as a mirror. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നവർ When the people will prepare messages, as I said earlier, പലപ്പോഴും വചനത്തിലില്ലാത്ത കാര്യങ്ങളാണ് പറയുവാനായിട്ടിടയാകും. so many times they add up the things that is not in the word of God. ചിലപ്പോഴും വചന വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നത്. So many times they preach against the word of God. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുവാനിടയാകും. More than good, it will do bad. ഒരു ഭക്തൻ പറഞ്ഞു, ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് ദൈവവചനം കൊണ്ട് തന്നെയാണ്. Actually, we should interpret the word of God with the word of God itself. ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലെ വെളിപ്പാടുകൾ ആ തിരുവചനത്തിനൊത്തവണ്ണം ദൈവം തരും, നമുക്കത് പറയാം. So when we meditate, the God will give us the application or the examples in our life. Then accordingly, God will reveal and you do that. കാരണം Or reveal. ദൈവവചനത്തിൽ ചേർച്ചയില്ലാത്തതൊന്നുമില്ല. Because in word of God, everything has a corresponding verse. അതുകൊണ്ട് വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വചനം കൊണ്ട് തന്നെ ആ വചനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വേണം വ്യാഖ്യാനിക്കുക. So when we meditate the word of God, one verse will have a cross reference in other part in the word. So we should interpret accordingly. അപ്പൊ തെറ്റിപ്പോകാനായിട്ട് ഇടയാകത്തില്ല. Then you won't say wrong things. പിന്നെ ആമേൻ ഭക്തന്മാർ എഴുതിയ പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഫ്രീ സ്റ്റഫാണ് ആ മേഖലയിൽ മറ്റുള്ളവരെ തെറ്റിക്കാൻ പിശാച് ഇഷ്ടം പോലെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ അത് നമ്മൾ സൂക്ഷിക്കണം.
So those there are so many good books written by the saints and pastors. So we should buy that. Free things we get from the web. It will be free, but it is full of wrong things. ഇന്ന് പ്രഭാതത്തിൽ 2 വേദഭാഗങ്ങൾ ഞാൻ ധ്യാനിക്കുവാനിടയായി. Today morning I meditated two parts from the Word of God. ഒന്ന് സങ്കീർത്തനമാണ്. One is Psalms. സങ്കീർത്തനം ധ്യാനിച്ചത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല. I meditate the Psalms not for preaching. ആമേൻ. പ്രസംഗം എനിക്കിഷ്ടം സുവിശേഷങ്ങളിൽ നിന്നോ ലേഖനങ്ങളിൽ നിന്നുമാണ്. Usually I like to preach from gospel or the epistles. എന്നാൽ ആമേൻ ഹല്ലേലൂയ ഇന്ന് ആമേൻ അങ്ങനെ ഒരു വേദഭാഗം ഞാൻ എടുത്തു, എൻ്റെ ബുദ്ധിക്ക് എടുത്തു, ഞാൻ അത് ധ്യാനിക്കുവാനായിട്ടിടയായി. So as usual I try to meditate accordingly and try to do എന്നാൽ that. പരിശുദ്ധാത്മാവ് എനിക്കൊരു ഫ്ലോ തരുവാനിടയായില്ല. But the Holy Spirit is not given me a confirmation. വീണ്ടും വീണ്ടും സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. Again and again the Holy Spirit lead me to the Psalms. അതുകൊണ്ട് പിന്നീട് സങ്കീർത്തനം വേഗത്തിൽ ഞാനൊന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇടയായി. So I thought, okay, I will meditate the word Psalms and do the preaching. പ്രസംഗിക്കാൻ ആരുമില്ലെങ്കിലും, Even if nobody is there to preach, പഠിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലും, even though nobody to teach you, വ്യക്തിപരമായിട്ട് വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ആത്മീകമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. so this Psalms actually, even though nobody to interpret, you can read by yourself and you can interpret accordingly and God will help you. നമുക്ക് ബുദ്ധി തരുവാൻ, ജ്ഞാനം തരുവാൻ, നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിൽ ആറാടിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണിത്. So this Psalms is when you read, it will give us a lot of wisdom, knowledge and happiness from God. ഈ സങ്കീർത്തനത്തിന്റെ ആകത്തുകയെന്ന് പറയുന്നത്, The sum and substance of this psalm: do not be disturbed over the prosperity of the wicked who reject God, for divine justice will be granted. Hallelujah. ഒരു കാരണവശാലും ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട്, അല്ലെങ്കിൽ ദുഷ്ടന്റെ ആമേൻ ധാരാളിത്തം കണ്ടിട്ട്, അവന്റെ പ്രോസ്പെരിറ്റി കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ എന്താ മുഷിവ് വരുവാനിടയാകരുത്. So we should not be unhappy looking at the prosperity of the unrighteous people. കാരണം ദൈവത്തിന്റെ ന്യായം വെളിപ്പെടുവാനിടയായിത്തീരും. The righteousness of God will be revealed. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് നമുക്ക് അസൂയ വരുവാനിടയാകരുത്. Sometimes we feel jealous about the healings of the കർത്താവേ, unrighteous people. ഞാനും അംബാനിയും ഒരേ രാജ്യത്താണ് ജനിച്ചത്, ഒരേ രാജ്യത്താണ് വളർന്നത്, അവൻ എന്തുകൊണ്ട് ഇത്രയും ആമേൻ ബില്യണർ ആയിപ്പോയി, ഞാൻ എന്തുകൊണ്ട് ഇത്രയും? നോ. So we should not think that, okay, Ambani and I born in the same country, why he is so millionaire, but I am poor. കർത്താവേ ആമേൻ ഹല്ലേലൂയ അവര് എത്ര ആമേ കഠിനമായിട്ടാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരോട് ഇടപെടുന്നത്, എന്നാൽ ഞാൻ എത്ര ക്ഷമയോടെയാണ്, ഞാൻ എത്ര സഹാനുഭൂതിയോടെയാണ് ഇടപെടുന്നത്, എന്നാൽ എന്നേക്കാളൊക്കെ എത്രയോ അവർ ഉയരുവാനിടയായി. How they are cruel to other people or greedy, but I am so generous and righteous to other people, but why it is happening in my life? അവർക്കൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, എന്നാൽ എനിക്ക് എന്തുകൊണ്ട് അതില്ല? Those people have lot of those things, why I am lacking these things? ദുഷ്ടന്മാരുടെ സൗഖ്യം കാണുമ്പോൾ, when you see the prosperity of the അവരുടെ ഉയർച്ച unrighteous people, കാണുമ്പോൾ, when you see their coming up in the life, നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഭാരം, then we have a lot of sadness in our heart, ഒരു നെഗറ്റീവ് തിങ്കിങ്, a negative thinking. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? Why this is happening? ഇത് എന്തിനു വേണ്ടിയാണ്? Why it is so? ആ മേഖല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, One of the important thing, ആമേ നമ്മുടെ ഫോക്കസ് മാറ്റി കളയാൻ. because our focus is distracted, ആമേ നാം പോകേണ്ട വഴിയിൽ നിന്ന് മാറേണ്ടതിനാണ്. because it is distracting us from the right way. സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആമേ നാം ഒന്ന് മുന്നേറി പോയാൽ, So just imagine you will be always happy and lead your life. നമ്മുടെ സന്ധിമജ്ജകൾക്ക് ബലം വർദ്ധിക്കുവാനിടയാകും. So God will give us the health. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഇൻഫോർമിറ്റി ഉണ്ടെങ്കിൽ അത് മാറുവാനിടയായി തീരും. So if any shortcomings in our body, it will be healed. നമ്മുടെ ആ റിജോയ്സിംഗ് എന്ന് പറയുന്നത് ശരീരത്തിന് പോലും നല്ല ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകുവാനിടയായി തീരും. If our inner life, or if we are happy mentally, it will affect our body also. അതിൽ നിന്ന് മാറിയിട്ട്, But if you are distracted, അല്പം അസൂയയുടെ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കി. just imagine you think about or jealous about somebody, വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. or we are filled with anger, ആമേ ഹല്ലേലൂയ, ജലസ് ഫോർ നത്തിങ്. jealous for nothing. ആമേ ഹല്ലേലൂയ, അത് നമ്മെ തകർക്കുവാനുള്ള പിശാചിന്റെ ഒരു ആയുധം.
So that is a weapon used by Satan to destroy ആമേൻ. us. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാവീദ് ആമേൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായത്. That is why David prayed ആമേൻ. like this. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്. You should not be unhappy about unrighteous people. ആമേൻ. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. I have only prayer regarding that. അതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. That is a biblical ആമേൻ. principle. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്. You should not be angry about unrighteous ആമേൻ. people. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് ആമേൻ, fret not thyself because of the evil doers. Fret not because of evil ആമേൻ. doers. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. You should not be fret about unrighteous people. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. You should not anger about the people who does unrighteous deeds. എന്താണ് ഇന്ന് നമ്മുടെ സംഘടനകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? What is happening in the organizations? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? Why it is happening? അവർ പ്രസംഗിക്കുന്ന വചനം അവരുടെ ജീവിതത്തിലില്ല. They are not applying the word of God, what they are preaching in their life. ഒരു പരിധി വരെ നാം ഒന്ന് ഒബ്സർവ് ചെയ്താൽ, When you observe their lives, പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ട് ആത്മസ്പർശനം അനുഭവിച്ച് വചനത്താൽ വിടുവിക്കപ്പെട്ട് കൃപയിലേക്ക് വന്നു. so their generation or their forefathers came to the Lord with a full heart. അവർ അതേ ആത്മഭാരത്തോടെ തലമുറകളെ വളർത്തി. So they, with that sincerity, they raised their generation. മറ്റെല്ലാറ്റിനേക്കാളും അവർക്ക് വലുത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കാൾ, കുഞ്ഞുങ്ങളുടെ ഉയർച്ചയേക്കാൾ, ആമേൻ ഹല്ലേലൂയ, എന്തൊക്കെ എടുത്തു അതിനേക്കാൾ എല്ലാം വലുത് അവരിൽ ക്രിസ്തു ആമേൻ ജനിക്കുന്നതിലായിരുന്നു. So the forefathers give importance to the spiritual life of their young generation more than education and wealth. പരിശുദ്ധാത്മ അനുഭവത്തിൽ തലമുറകൾ വരണം. So they raised them in the way of Holy Spirit. എന്നാൽ ആമേൻ മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ, When third generation comes, നാലാമത്തെ തലമുറ വന്നപ്പോൾ, when fourth generation ആമേൻ comes, ഹല്ലേലൂയ, വചനത്തിൽ നിന്നുള്ള ഫോക്കസ് മാറുവാനിടയായി. they were distracted from the word of God. ആമേൻ. അവർ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിലായി തീരണം. So they wanted to become something in this world. അവര് തങ്ങളാൽ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പിൽ വരണമെന്ന് അവർ ആഗ്രഹിച്ചു. So they wanted to attain the leadership of the organizations. തലമുറകള് നല്ല നിലയിൽ എത്തണമെന്നുള്ള നല്ല ആഗ്രഹമാണ്. It is a good thing or a good desire that your children should come up in the life. ദൈവഹിതത്തിന് വിപരീതമായി, But if it is not according to the will of ആമേൻ, God, ഈ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കണമെന്നുള്ളത് ദൈവഹിതമാണെങ്കിൽ, if it is God's will that I should minister at this point ആ of time, സമയത്ത് നമുക്കിഷ്ടമുള്ള മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ, but at that point of time you want to bring somebody else. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. Just I am pointing it ആമേൻ. out as an അതേക്കുറിച്ച് ഒരു example. ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, A saint talked about that. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് യെരുശലേമിൽ ഒരു അനുഭവമായിരുന്നു. So Christianity is an experience in Jerusalem. ആമേൻ. എന്നാൽ അത് യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, When it comes to Europe, ആമേൻ, അത് ഒരു സംഘടിത പഠനമായി മാറുവാനിടയായി, ഇന്റലക്ച്വൽ എക്സസൈസ് ആയി മാറുവാനിടയായി. so when the Christianity comes to Europe, it becomes an organized teaching rather than the experience. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ നിന്ന്, കൃപയിൽ നിന്ന്, വചനത്തിന്റെ ആമേൻ തത്വങ്ങളിൽ നിന്ന് സഭ വ്യതിചലിച്ചു. So the church deviated from the actual experience അത് of Christianity. വീണ്ടും വെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, When it comes to West or USA, ആമേൻ, അത് ആമേൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു എന്റർപ്രൈസസ് ആയി മാറുവാനിടയായി. then the church became an enterprise rather ആമേൻ than the ഹല്ലേലൂയ. institution. ആമേൻ. എന്റർപ്രൈസസിൽ ആമേൻ എന്തുണ്ട്? വാശിയുണ്ട്, മത്സരമുണ്ട്. In an enterprises, the first thing is competition. ആമേൻ. അതൊരു ബിസിനസ് ആണ്. It's a business. അതൊരു ബിസിനസ് ആയി മാറുവാനിടയായി. So it became a business. അപ്പസ്തോലന്മാർ ഒരിക്കലും പറഞ്ഞത് കേട്ടിട്ടില്ല, ആമേൻ, സഭയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ബിസിനസ് മീറ്റിംഗ് ആന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. When the apostles meet together, they never call it as a business meeting. ബിസിനസ് മീറ്റിംഗ് എന്നുള്ള ആ പദം ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ അത് ലോകപ്രകാരമുള്ള ഒന്നായി മാറുവാനിടയാകരുത്. When the conferences have, they call some meetings as business meeting. Technically, it is not fault, but it's not according to the will of God. പിതാക്കന്മാരുടെ കാലഘട്ടത്തിലും അതുണ്ടായിട്ടില്ല, സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലും അതുണ്ടായിട്ടില്ല. In the times of our forefathers, it never happened. ഉണർവിന്റെ നാളുകളിലും അതുണ്ടായിട്ടില്ല. Even times of revival, it never happened. ആമേൻ. ഇന്ന് കർത്താവിൽ ആമേൻ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഒരു അഭിഷിക്തനുമായി ചില നാളുകൾ ഒരുമിച്ച് വചനം പഠിപ്പിക്കുന്ന സ്ഥാപനത്തോടുള്ള ബന്ധത്തിലാകുവാനിടയായി. So I was having times with a saint of God. He is no more now, but I had an experience with him. ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒന്നായിരുന്നു,
പാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? So I was asking, we were discussing so many things. So I asked him, what is the condition for the transfer of the pastors? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർമാരെല്ലാവരും സഭയ്ക്കന്ന് കൊടുത്തിരുന്ന ഹല്ലേലൂയ നേതൃത്വമുള്ളവർ അവർ ഒരുമിച്ച് കൂടി വരും. So the leadership, all of them will come together. ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. They will fast and pray. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം കൊടുക്കും. Then the Holy Spirit will talk to them. ആ നിയോഗം അനുസരിച്ചാണ് ഓരോരുത്തരെയും അതത് സ്ഥലങ്ങളിൽ അയക്കുവാനിടയായത്. So according to that Holy Spirit guidance, they will send pastors to അവർക്ക് different ഒത്തിരി churches. വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. There's no much education for ഒത്തിരി them. വാക്ചാതുര്യമില്ലായിരുന്നു. They were not eloquent. പക്ഷെ അവരെ അയച്ച സ്ഥലങ്ങളിലെല്ലാം ദൈവം അവരെ ഉപയോഗിപ്പാനിടയായി. But wherever they went, Holy Spirit used them Praise the Lord. mightily. ആമേൻ. ഇത്രയും പറഞ്ഞതിന്റെ കാര്യം Why I am talking like നമ്മെ this? ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. Always there's a force നമ്മെ distracting us. റൂട്ട് മാറ്റി വിടുന്ന ഒരു ശക്തിയുണ്ട്. Always there's a evil force trying ആമേൻ. to ഹല്ലേലൂയ. deviate your route. അതിനെ നാം തിരിച്ചറിയുകയും അതിന്റെ മേൽ ജയമെടുക്കുകയും ചെയ്യണം. We should understand that evil force. ഇവിടെ ദാവീദ് പറയാ, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്. So here the David is saying, you should not be unhappy about the wicked people. ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇതിലെ ഓടി നടന്നാൽ നമുക്ക് മുഷിയുണ്ടാവും അല്ലേ? Sometimes when the children will playing around when we are pastor is doing the preaching, we may get annoyed. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം So what I'm trying to നമ്മുടെ say, വഴി മാറ്റി വിടുവാൻ ശ്രമിക്കുന്നു. so always there's a force try to distract your way, ഫോക്കസ് തെറ്റിക്കുന്ന, distract our focus, അതിലൂടെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താതിരിക്കാൻ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. so that we should not reach our destiny. അതിനെ തിരിച്ചറിഞ്ഞിട്ടാണ് ദാവീദ് പറയുന്നത്, So David understand that, and he says, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്. you should not unhappy about the wicked people. അവരവിടെ കടന്നോട്ടെ, Let them there. അവര് ദുഷ്പ്രവൃത്തി ചെയ്തോട്ടെ, Let them keep continue അവൻ that. നീ അതിനെ നോക്കുക പോലും വേണ്ട എന്നാ പറയുന്നത്. You don't even look at them. നീ അതിനെ കൺസിഡർ പോലും ചെയ്യരുത്. You don't even consider them. അവൻ നീ മുഷിയരുത്. You should not be ആ unhappy. വാക്കിനിക്ക് ഫ്രറ്റ് നോട്ട്. പ്രൈസ് ദി ലോർഡ്. മുഷിഞ്ഞു പോകരുത്. So that word is fret not. നമുക്ക് പലപ്പോഴും മുഷിച്ചിട്ട് വരാറില്ലേ? So many times we will be annoyed. ചിലര് പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ മുഷിച്ചിൽ വരും. Sometimes we will be annoyed when people are praying. ചിലപ്പോൾ നീട്ടി പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മുഷിച്ചിൽ വരും. Sometimes people will pray a longer duration, we get annoyed. ടൈം കൺട്രോൾഡ് അല്ലേ? Because time we should manage. പക്ഷേ ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവിനെ ചിലതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. So these days Holy Spirit is teaching me. അവരങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവീതമാണ്. അവർ പ്രാർത്ഥിക്കട്ടെ. If that is the God's will, let them Praise do the Lord. pray like that. ദൈവം നിയന്ത്രിപ്പാനിടയായി തീരും. God will control. നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ ജ്ഞാനത്തോടെ, ഡിവൈൻ വിസ്ഡത്തോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. When we come in the presence of God or in church, we should have that divine നമുക്ക് wisdom. ധാരാളം പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്. We have lot of things to pray for. മോർണിംഗ് ഇന്റർസെസറി പ്രയർ ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രേയേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നവരാണ്. And we have a morning prayer line, fasting prayers, and we have personal prayer time. അപ്പൊ സൺഡേയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. So when a particular time specific prayer request, you should pray for that only. അതാണ് ജ്ഞാനത്തോടെയുള്ള പ്രാർത്ഥന. That is how you pray with അപ്പൊ wisdom. ആരും അനോയിഡ് ആയി തീരാനിടയാകില്ല. So then nobody will be annoyed. ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുക. I am praying very strongly. പക്ഷേ എന്റെ പ്രാർത്ഥന നീണ്ടുപോയി ലീഡ് ചെയ്യുന്ന കർത്തദാസിന് പ്രയാസം വന്നാൽ ചെയ്യും. If so I'm let us take an example. I am keep on praying and the pastor was അത് വരാതെ സൂക്ഷിക്കുക. so just see that it should not ദാവീദിനെ happen. സംബന്ധിച്ചിടത്തോളം With respect to ഈ David, സങ്കീർത്തനം എഴുതുമ്പോൾ when he wrote this ആമേൻ, psalm, ഇത് ഹിത്യരോടോ ഹിവ്യരോടോ യെബൂസ്യരോടോ പെരിസ്യരോടോ കനാന്യരോടോ ഫെലിസ്ത്യരോടോ ഉള്ള ബന്ധത്തിലല്ല. so he is not talking about the enemies, Canaanites or Hivites or all other enemies of people of Israel. അവരെല്ലാം ശത്രുക്കളാണ്. They are all enemies. ആമേൻ. അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. They are enemies of God. അവർ അതുകൊണ്ട് തന്നെ ദൈവജനത്തിന്റെ ശത്രുക്കളാണ്. So they are enemies of people of ആമേൻ. God. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ദാവീദിനെ രാജാവാക്കി അവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് അയച്ചു. So that's why King David was assigned to fight against ആമേൻ. them. അവരുമായിട്ട് ദാവീദ് യുദ്ധം ചെയ്യുമ്പോൾ ദാവീദിന്റെ വ്യക്തിപരമായ ആമേൻ എനിമികളല്ല, ശത്രുക്കളല്ല അവർ. So when David is fighting against them, he don't have any personal grudge against them. ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. They are the enemies of the nation
of അവിടെ Israel. മുഷിഞ്ഞുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്. So he is not just fighting അവിടെ with anger. ദൈവത്തിന്റെ യുദ്ധമായിട്ടെടുത്താണ് യുദ്ധം ചെയ്യുന്നത്. So he is fighting as if it's a അപ്പോ kingdom of God. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിനുള്ള ബന്ധത്തിലല്ല, So the background of this psalm is not as the war against the enemies. അകത്തുള്ളവരോടാണ്. It is against the within the church, ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ്, within the people of Israel. 12 ഗോത്രത്തിൽപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ്. So it's to the 12 tribes. മുഷിച്ചിൽ വരുത്തുന്ന അനുഭവങ്ങൾ, മുഷിച്ചിൽ വരുത്തുന്ന അനുഭവങ്ങൾ. The situations where he get ആമേൻ, angry. ഹല്ലേലൂയ. അബ്ശലോം തനിക്കെതിരായപ്പോൾ, When Absalom came against him, അബിശായ് തന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ, even Abishai ആമേൻ, ഹല്ലേലൂയ, was against him. ശിമയി നീജ നീജ എന്ന് വിളിച്ചുകൊണ്ട് ശപിക്കുവാനിടയായി തീർന്നപ്പോൾ, So he actually cursed him. ആ മേഖല അങ്ങനെയുള്ള, അതായത് അകത്തുള്ളവർ തന്നെ എതിരായപ്പോഴാണ് ആ മേഖല ഒരുപക്ഷെ തനിക്ക് മുഷിച്ചിൽ വരുവാനിടയായത്. The people whom he trust, or the people of Israel, came against him. നമ്മെ സ്നേഹിക്കുന്നവർ നമുക്കെതിരാകുമ്പോഴേ ഏറ്റവും വലിയ പ്രയാസം. We will be so hurt when people whom we the friends or despise us. ഇപ്പൊ റോബിച്ചാനും ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കമുണ്ടായി. Let us say me and Pastor is having അവിടെ ഒരു ശണ്ട ഉളവായി വന്നു. fighting. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞാൽ തീരും, That we will talk each other and സമർപ്പിച്ചാൽ settle. തീരും. We will submit ആമേൻ. before God and എന്നാൽ it will ഒരു settle. വാക്ക് തർക്കവുമില്ലാതെ മനസ്സിനകത്ത് ആമൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ മേഖല അതോടുള്ള ബന്ധത്തിൽ അത് ചിന്തിച്ച് ആമൻ പിന്നത്തേതിൽ ഒരു പ്രയാസമായ ഒരു അകൽച്ച വന്നാൽ, So if I am not talking about that to pastor and keep that within my mind and keep on doing, then it will be like a big problem. എടുത്തു പറയാൻ ഒന്നുമില്ല. Actually, when you speak, there's nothing എന്നാൽ really. വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തി മുഖാന്തരമായിട്ട് ആമേൻ നമ്മുടെ ഉള്ളിൽ പ്രയാസം വരുത്തുന്ന, മുഷിച്ചിൽ വരുത്തുന്ന, ശത്രുത്വം വരുത്തുന്ന ആ മേഖലയിലെ അകറ്റിക്കളയുന്ന വിഷയങ്ങളുണ്ട്. അത് ആ മേഖലയെ പറഞ്ഞു തീർക്കുവാവുന്നതല്ല, പറഞ്ഞു തീർക്കുവാൻ കാര്യങ്ങളില്ല. ആമേൻ, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. So that is created by the spirit of darkness within our mind. ആമേൻ. So we should be ഇങ്ങനെ careful. ഭാരപ്പെട്ട സമയത്ത് ദാവീദ് ദൈവസന്നിധിയിൽ പോയിരിക്കും. So David had the same situation. So he came to the presence of God. പറയാനുള്ളതെല്ലാം ദൈവത്തോട് പറയും. So he talked to God. Praise the Lord. ഒരിക്കൽ തനിക്ക് ആ മേഖലയിലെ വൈരാഗ്യം, ഇങ്ങനെ ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ മനസ്സിൽ വൈരാഗ്യം, മനുഷ്യനല്ലേ വൈരാഗ്യം ഉണ്ടായി. He is also a man of flesh, correct? So he was so angry. അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജാവ് എന്ന നിലയിൽ എന്തും ചെയ്യാം. So as a king, he can do anything. കൊന്നുകളയാം. He can kill anybody. ആ മേഖലയിലെ, എന്നാൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പോയിരിക്കുക. But he came to the presence of God. എന്നിട്ട് തന്റെ മനസ്സിൽ എന്തൊക്കെ വന്നോ ദൈവത്തോട് പറഞ്ഞു. Whatever came in his heart, he talked to അവരുടെ God. മക്കളെ പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. So he thought, he was praying like, oh, their children should be shattered on അതിലൂടെ the rock. തന്റെ ഭാരങ്ങളെല്ലാം ഇറങ്ങി പോകാനിടയാണ്. So because of that, he is all നല്ല whatever the. സ്പിരിച്വൽ എക്സസൈസ് ആകട്ടോ. So that's a spiritual exercise. നമുക്ക് വരുന്ന സകല ബുദ്ധിമുട്ടുകളും, സകല ഇഷ്ടക്കേടുകളും, സകല ഭാരങ്ങളും, സകല മേഖല ബലഹീനതകളും ദൈവത്തോട് പറയുക. That means you can release all your burdens by talking to അവൻ God. നമ്മുടെ സ്നേഹിതനാണ്. Because he is our best അവൻ friend. നമ്മെ തള്ളിക്കളയാത്ത നമ്മുടെ പിതാവാണ്. He will never forsake us. He is the അവന്റെ best dad. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. The Holy Spirit is our comforter. അവൻ ചില സമയത്ത് വല്ലാണ്ടങ്ങായിത്തീരുന്ന സമയത്ത് Sometimes we'll be very much distressed. അവനിങ്ങനെ ചേർത്ത് പിടിക്കാനിടയാകും. He will keep us ചേർത്ത് നമ്മുടെ ആ together. ചെവി, ആ ചങ്കില്, ആ മാർവോടങ്ങ് പിടിക്കും. He will keep us to his chest. അവിടെ കേൾക്കുന്ന ആ നെഞ്ചിടിപ്പാണ്. Because we can hear his ആ മകളെ heartbeat. കുത്തിത്തുളച്ച ആ മാർവിൽ നിന്നുള്ള ആമേൻ ആ നെഞ്ചിടിപ്പ്. You can hear the heartbeats of ആമേൻ, Jesus. ഹല്ലേലൂയ. ആമേൻ. പിതാവേ, ഇവർ ചെയ്യുന്നതിന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയുടെ നെഞ്ചിടിപ്പ്. So Jesus prayed, Father, forgive them. They don't know what they are അത് doing. പ്രവചനാത്മാവിൽ കണ്ട മനുഷ്യനാണ് പ്രവാചകനായ ദാവീദ്. So David prophetically saw that. അതുകൊണ്ട് ദാവീദ് പറയുകയാ, Because of that, David said, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. fret not because of wicked people. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. Don't be jealous about the wicked people. Praise the Lord. Praise the Lord. ആമേൻ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തെ 4 ആയിട്ടാണ് വിഭാഗിച്ചിരിക്കുന്നത്. We can divide this psalm into 4 ആമേൻ, parts. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടിട്ട് മുഷിഞ്ഞു പോകരുത്. ആമേൻ, ഹല്ലേലൂയ. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റേതാണ് ആ കാര്യം, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. So the sum and substance is, don't be jealous about the wicked people. അതിൽ ഒന്നാമത്തെ ഭാഗം 37 1 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളാണ്. Psalms 37 1 to ആമേൻ.
1 തുടങ്ങി 8 വരെയുള്ള വാക്യം. Verse number 1 to 8 is the ആമേൻ. first part. ആ വാക്യങ്ങൾ പറയുന്ന ട്രസ്റ്റ് ആൻഡ് ഫ്രെറ്റ് നോട്ട്, കർത്താവിൽ ആശ്രയിക്കുക, മുഷിഞ്ഞു പോകരുത്. So trust in God, don't be angry. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മുഷിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. If you are worry or anger, you will ഇനി react. ഇപ്പൊ ഞാൻ പാസ്റ്റർ അല്ലേ, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. If you are as a pastor, then you have limitation to react. പാസ്റ്റർക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? Pastors can get പാസ്റ്റർക്ക് angry. ഒച്ച വെക്കാൻ പറ്റുമോ? Pastors can raise voice. ഇരിക്കടാ അവിടെ എന്ന് പറയുന്ന പാസ്റ്റർമാരും ഉണ്ട്. There are pastors who will say, sit down. ആമേൻ. നത്തിങ് ടു ഗെയിൻ. Nothing to gain. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ചിലപ്പോൾ നമ്മൾ കൺട്രോൾഡ് ആകും, നിയന്ത്രിതരാകും. Sometimes we will be succumbed to the anger. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതും ശരിയല്ല. But word of God says that is not correct. പിന്നെ എന്താണ്? Then what we should ഇങ്ങനെയുള്ള do? സംഗതികൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. When the situation comes, we trust in God. മുഷിഞ്ഞു പോകരുത്. Fret not. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിച്ചിലുണ്ടായാൽ Don't fret not about the wicked people. അതിന്മേൽ നാം ദിവസം പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാലും ഉയർപ്പിന്റെ ശക്തിയാലും ജയമെടുക്കുന്നില്ല എങ്കിൽ, So when the situation comes, we should go and sit before the presence of God and pray about that. കുറേശ്ശെ കുറേശ്ശെ അത് വൈരാഗ്യമായി മാറുവാണ്ട്. If you don't do that, it will become a build-up in your life. ആ വൈരാഗ്യം That anger, പിശാചിന്റെ ചാലാണ്. then the Satan can use you. പിശാചിന് അവകാശം പറയുവാൻ കഴിയുന്ന ഒരു പോയിന്റാണ്. So he can claim that area in our life. ആ റൂട്ട് അവൻ ഉപയോഗിക്കും. So he will use that part. അവൻ നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റും. He will try to enter into our hearts. മനസ്സിലായോ? ആമേൻ. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. We fret not with the wicked people. ആമേൻ. മുഷിച്ചിൽ ആമേൻ ഹല്ലേലൂയ വൈരാഗ്യമാക്കി മാറ്റുന്ന ഒരു ശക്തിയുണ്ട്. The worry and anger will destroy നാം us. അതിന്റെ മേൽ ജയമെടുക്കുന്നില്ല എങ്കിൽ, If you should not take victory over that, ആമേൻ, വൈരാഗ്യത്തെ പിശാച് കൈമുതലായിട്ട് എടുത്തുകൊണ്ട് because Satan will use that worry and നമ്മുടെ anger. മേൽ അവന്റെ ആധിപത്യം സ്ഥാപിച്ച് He will try subdue us. നമ്മെയും അവരെ പോലാക്കുന്ന ഒരു ശക്തി. Satan will try to use us to become ആമേൻ. like him. ആ ശക്തിയെ നാം തിരിച്ചറിയണം. We should appreciate or see discern that evil ഒരു force. തെറ്റ് പോലും ചെയ്യാത്ത ചിലർ, ആമേൻ ഹല്ലേലൂയ, അത് മനസ്സിലാക്കാൻ പറഞ്ഞ റോബിച്ചാണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. Example. റോബിച്ചാനോട് ഒരു എക്സാമ്പിൾ പറയാം. Uh, റോബിച്ചാനോട് തെറ്റും പറഞ്ഞു. So there's an example. So let us say pastor is not done anything ഒന്നും to. പേടിക്കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Yeah. സ്റ്റാലിസ് സ്നേക്കാ ഇഷ്ടമാണ്. Okay, thank you. ചുമ്മാതാ കേട്ടോ. Okay. അത്രയും സ്നേഹിക്കാൻ വേറെ ആരെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ആമേൻ ഹല്ലേലൂയ, പിണക്കം തോന്നി. So I have a fighting or ആമേൻ angry. ഹല്ലേലൂയ. ഞാൻ angry ഒരു with- തെറ്റും ചെയ്തിട്ടില്ല. I didn't do anything. പക്ഷെ എന്തോ ഒരു ഫീലിംഗ്, ആമേൻ ഹല്ലേലൂയ, ഒരു പിണക്കം. So pastor is having some kind of feeling. ആമേൻ. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അതിൽ നിന്ന് ജയമെടുക്കണം. So if that feeling is there, we both of us should be ഒന്നും victorious over that. ചെയ്തിട്ടല്ല, അങ്ങനെ ഉണ്ടായ ഒരു സംഗതിയാ. So there's nothing happened, but there was a feeling, but we should come out പക്ഷേ of that. ആ ജയമെടുക്കാതെ വന്നാൽ If we are not victorious in that കുറെ situation, കഴിയുമ്പോൾ അതൊരു വലിയ വൈരാഗ്യമായിട്ട് മാറും. then it will build up as a big worry and anger. റീസെന്റ് അങ്ങനെ ഒന്നിനെ ഞാൻ എൻകൗണ്ടർ ചെയ്യുവാനിടയായി. Recently, I was able, I have to encounter one situation like that. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ. ഒരു തെറ്റ് പോലും ചെയ്തില്ല എങ്കിലും Even though I didn't do any wrong things, നമ്മളോട് വലിയ വൈരാഗ്യം വരുത്തുന്ന ഒരു ശക്തി. big anger and anger against നമ്മളെ us. കാണുമ്പോൾ അവരുടെ മുഖം മാറുകയാണ്. When that person sees me, it will be. സംസാരിക്കാൻ ശ്രമിച്ചാൽ ആമേഹല്ല വല്ലാത്ത ഒരു ഭാവം പ്രകടിപ്പിക്കുക. If I try to talk, his face is becoming red. ഒരു സെന്റൻസ് പോയിട്ട് ഒരു വാക്ക് പോലും പറയാത്ത അവസ്ഥ. Even he could not talk even a single sentence. വെളിയിലുള്ളവരെക്കാൾ പിശാച് ബാധിച്ചിരിക്കുന്നത് സ്നാനജലത്തിൽ ഇറങ്ങിയവർ ആമേഹല്ലേലൂയ അന്യഭാഷ പറയുന്നവരെയാണ്. Compared to unbelievers, actually Satan is influencing the believers. അതിന്റെ കാരണം ഇതാ പ്രിയമുള്ളവരെ. What is the reason of that? ആമേഹല്ലേലൂയ ദുഷ്പ്രവർത്തിക്കാരോട് ഒരു മുഷിഞ്ചില് തോന്നിയതാ. Because you feel the fret അത് against the wicked people. വൈരാഗ്യമായി മാറുവാനിടയായി. It becomes anger. വലിയ ശത്രുത്വമായി മാറുവാനിടയായി. It becomes as an enmity. അതുകൊണ്ടാ ദാവീദ് പറയുന്നത്, That's why ആമേൻ, David says, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. fret not against the wicked people.
Praise the Lord. Praise the Lord. ദുഷ്പ്രവർത്തിക്കാരോട് മുഷിയരുതെങ്കിൽ നമ്മളോട് ഒന്നും ചെയ്യാത്തവരോട് നമുക്ക് മുഷിയേണ്ട കാര്യമുണ്ടോ? If we are not supposed to fret ആമേൻ, not against wicked ഹല്ലേലൂയ. people, അപ്പൊ then what about innocent 1 people? തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുക. So verse number 1 to 8, trust ട്രസ്റ്റ് in God. ആൻഡ് ഫ്രെറ്റ് നോട്ട്. കർത്താവിൽ ആശ്രയിക്കുക, മുഷിഞ്ഞു പോകരുത്. Trust in Lord, fret not against wicked ആമേൻ, people. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യത്തിലും ദുഷ്പ്രവർത്തിക്കാരുടെ ആക്രമണത്തിലും ദുഷ്പ്രവർത്തിക്കാർ ഹല്ലേലൂയ ആധിപത്യം എടുക്കുന്നിടത്തും ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ഡെസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഈവിൾ ഡുവേഴ്സ് ആൻഡ് ഈവിൾ വർക്ക്സ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായാലും അതിന്റെ മധ്യത്തിലും ദൈവസന്നിധിയിൽ ജയമെടുക്കുക. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെയല്ലേ നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്നത്? Shall I ask you a question? How our parents raised നമ്മുടെ you? വല്യപ്പച്ചനും വല്യമ്മച്ചി ഇങ്ങനെയല്ലേ നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്നത്? How our grandparents raised us? ആമേൻ. അവരൊക്കെ രക്ഷിക്കപ്പെട്ടത് ലേറ്റർ ഓണാ. Maybe they might have saved ആമേൻ. later on. അതിനു മുമ്പ് നാമധേയ പള്ളിയിലായിരുന്നപ്പോഴും When they are attending the nominal traditional ആമേൻ, Christian ഹല്ലേലൂയ, churches. നമ്മളെ ആ ഒരു നല്ല മാതൃകയിൽ, നല്ല എന്താ പറയുന്നത്, മോറൽ വാല്യൂസിനോട് കൂടിയല്ലേ അവർ വളർത്തിക്കൊണ്ടുവന്നത്. So they raised us in a very disciplined way. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് ആമേൻ, ഹല്ലേലൂയ, വിശ്വാസത്തിലേക്ക് വന്ന് ആമേൻ അനവധി വർഷങ്ങൾ വിശ്വാസ ജീവിതം ചെയ്തിട്ട് അവസാനം എൻഡപ്പായിരിക്കുന്നത് എവിടെയാണ്? But just imagine after compared to that earlier stages, we are in belief or faith, but what became to us? അങ്ങനെയുള്ള സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. In these situations, trust in God. ആമേൻ. should not be envious of sinful and their prosperity. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും ദുഷ്പ്രവർത്തിക്കാർ അവരുടെ നമുക്ക് അസൂയ ഉണ്ടാകരുത്, അവരോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാകരുത്. അവരുടെ ആമേൻ, ഹല്ലേലൂയ, തഴപ്പിൽ, അവരുടെ ഹല്ലേലൂയ പ്രോസ്പെരിറ്റിയിൽ ആമേൻ നമുക്കൊരു കാരണവശാലും ആമേൻ പിണക്കമോ വൈരാഗ്യമോ തോന്നുവാനിടയാകരുത്. We should not feel with anger or worry against the wicked. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, അവരെത്ര വളർന്നാലും ആമേൻ ഒരു ദിവസം പുല്ലുപോലെ വാടിപ്പോകുവാനിടയാകും. The word of God says how much they grow, they will be fade like a grass. എനിക്ക് മോദിയെ കുറെയൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ദൈവം അറിയാതെ രാജാക്കന്മാരെ ആക്കുന്നു നീക്കുന്നു ദൈവം. Trust more in God. അവർ ഒരു പുല്ലുപോലെ വാടിപ്പോകുന്നൊരു ദിവസമാണ്. They will fade away like a grass. ആമേൻ, ഹല്ലേലൂയ. ദാവീദും അത് തന്നെയാണ് ശൗലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്. That's what David talked ആമേൻ. about Saul. യാതൊരു അനീതിയും എന്നിലില്ലാഞ്ഞിട്ട്, Even though I was righteous, അവനെ സ്നേഹിക്കുക മാത്രം ചെയ്തിട്ട്, I loved him. അവനിൽ ദുരാത്മാവ് വരുമ്പോൾ അതിനെ ഹല്ലേലൂയ ആമേൻ എന്റെ കിന്നരത്തിലൂടെയുള്ള ആത്മിക വായനയാൽ ആട്ടി ഓടിച്ചവനെ സ്വതന്ത്രമാക്കുന്നതും ചെയ്തത് മാത്രമല്ല അല്ലാതെ When the evil spirit cast away because of the music God given me. ആമേൻ അവനെ ഭയപ്പെടുത്തിയ ശത്രുവിനെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ആമേൻ കീഴ്പ്പെടുത്തിയതല്ലാതെ Because I cast away according to the music, the evil ഒരു spirit. ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. I never done anything harm. എന്നാൽ അവൻ 3000 പടയാളികളുമായി എന്റെ പ്രാണനെ തേടി എന്റെ പിന്നാലെ നടക്കുകയാ. But Saul is coming with 3,000 soldiers against me. ദാവീദ് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? How David reacted. ആമേൻ, ദാവീദ് ചിന്തിച്ചിരുന്നെങ്കിൽ ശൗലിനെ കൊന്നുകളയാമായിരുന്നു. If David could decide, he could have easily killed Saul. ദാവീദ് പറയും, ഒന്നെങ്കിൽ അവൻ പടയ്ക്ക് പോയി നശിക്കും, So David is telling he will be killed in the അല്ലെങ്കിൽ battle. ഒരു വ്യാധി അവനെ ബാധിക്കും, Otherwise he will be die with a disease. ആമേൻ, അല്ലെങ്കിൽ അവൻ മരിപ്പാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം വരും. According to the God's will, he will be die. ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. So he submitted into God's ആമേൻ, hands. ഹല്ലേലൂയ. അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും പറയുന്നത്. So that's the same principle Amen. he's telling. Should not be envious of sinful, amen, hallelujah, and their prosperity. There will be a day in which they will wither like a grass. So പുല്ല് പോലെ ദുഷ്ടന്മാർ ഉണങ്ങിപ്പോവും. Praise the Lord. Praise the Hallelujah. ആമേൻ. പ്രോവർബ്സ്, ആമേൻ, സദൃശവാക്യങ്ങൾ 23-ാമത്തെ അധ്യായം 17, 24 ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. So you should be always with trust in God and
have devotion Amen. to God. Let not thine heart envy sinners, but be thou in the fear of the Lord all the day long. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവാ ഭക്തിയോടിരിക്കുക. So always you should be with God. എന്താ ഈ വചനത്തിന്റെ പ്രിൻസിപ്പിൾ? What is the principle of this word? ആമേൻ. ഇവിടെ പാപിയെ കുറിച്ചാ പറയുന്നത്. So he talks about sinners. പാപിയോട് അസൂയപ്പെടരുതെന്നാ പറയുന്നത്. Don't be jealous to sinners. നമ്മുടെ സമൂഹത്തിലും ഉണ്ടല്ലേ, In our society also it's നമ്മുടെ there. ചർച്ചിലും കാണാം. Maybe in our church പക്ഷെ also. അവരോട് അസൂയപ്പെടരുത്. Don't be jealous. ചിലപ്പോൾ ഞാൻ അസൂയപ്പെടും. Sometimes we will be എന്തുകൊണ്ടാണ് jealous. അസൂയപ്പെടുന്നത്? Why? വചനം പറയുന്ന എന്റെ യഹോവാ ഭക്തി കുറഞ്ഞുപോയി. Because I am decreasing in my spiritual എന്റെ life. യഹോവാ ഭക്തി കുറഞ്ഞുപോയി. Because my devotion is less. ദൈവഭക്തി ഇല്ലാതെയായി തീർന്നു. Because my devotion is അതുകൊണ്ടാണ് removed. ഞാൻ അസൂയപ്പെടുന്നത്. That's why I become jealous. അതുകൊണ്ടാണ് ഞാൻ വാദിക്കുന്നത്. That's why I'm arguing. അതുകൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്. That's why I'm fighting. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മൂർച്ചയുള്ള വാക്കുകൾ പറയുന്നത്. That's why I'm using very sharp words. മനസ്സിലായോ? Do you understand? എന്റെ യഹോവാ ഭക്തി കുറയുന്നത് കൊണ്ടാണ് പാപികളോട് അസൂയ തോന്നുന്നത്. When I am decreasing in my spiritual life, Amen. I'll become jealous. എന്നാൽ എന്റെ യഹോവാ ഭക്തി വർദ്ധിച്ചിരിക്കുകയാണെങ്കില്ലോ, If I am increasing in my devotion and spiritual life, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I will pray for them. കർത്താവേ, നഷ്ടപ്പെട്ടു പോകരുത്. Lord, please save them. രക്തത്താൽ കഴുകണമേ. Let them be sanctified by blood of ഇതൊക്കെയും Jesus. അകത്തുള്ളവരോടുള്ള ബന്ധത്തില്ല. These are all with people within the ഞാൻ church. പ്രാർത്ഥിക്കുക, അവരെ മടക്കി വരുത്തണമേ. Let them come back. കാഹളം ധ്വനിക്കുമ്പോൾ ഒരുമിച്ച് കാണുവാൻ കൃപ ചെയ്യണമേ. When the trumpet call, everybody should be together. 24-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 24:1. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടി ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. Don't be envious of evil people. Don't try to make friends ഇത് with them. ദൈവജനത്തോട് പറയുന്നതായൊരു ആമേഹല്ലേലൂയ വചനമാണ്. Even this is to the people of God. ആമേഹല്ലേലൂയ. സോളമൻ ആത്മനിറവിൽ ആത്മാഭിഷേകത്തിൽ ഇരുന്നപ്പോൾ ആമേഹല്ലേലൂയ ദൈവം നൽകിയ വചനമാണ്. When Solomon was anointed, that time he wrote this. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. Don't be envious of evil people. ആമേൻ. ഒപ്പം തന്നെ പറഞ്ഞ അവരോടുകൂടെ ഇരിക്കുകയും അരുത്. Don't try to make friends with ആമേൻ. them. പിന്നത്തേതിൽ ഇതിന് വിപരീതമായി ശലോമോൻ ചെയ്യുവാനിടയായി. But towards the end of his life, he contradicted this. അതുകൊണ്ട് ശലോമോൻ ദാവീദിന്റെ മകനായിരുന്നുവെങ്കിലും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായിരുന്നുവെങ്കിലും, ദൈവമാക്കി വെച്ച രാജാവായിരുന്നുവെങ്കിലും, ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നുവെങ്കിലും, പിന്നത്തേതിൽ നശിച്ചു പോകുവാനിടയായി. That's why he was backslidden, even though he was anointed son of Amen. David, but still he. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. So don't be envious with the evil people. മറുസൈഡിൽ അവരോടുകൂടി ഇരിക്കരുത്. Don't try to make friends. ആമേൻ. 2-ാമത്തെ ഭാഗം 9 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങളാണ്. So 9 to 24. ആമേൻ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് the wicked will be justly punished. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടൻ ദൈവിക നീതി പ്രകാരം ആമേൻ ഹല്ലേലൂയ ശിക്ഷിക്കപ്പെടുവാനിടയാകും. The righteous will be punished. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. Because that's why it is not given to us to. ദൈവത്തിന്റെ കാര്യമാണ്. That is God's thing. സഭാ ഡിസിപ്ലിനോടുള്ള ബന്ധത്തിൽ, സംഘടനാ ഡിസിപ്ലിനോടുള്ള ബന്ധത്തിൽ ചിലപ്പോഴൊക്കെ ആമേൻ ചിലർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. So I have the situation, sometimes I have to take disciplinary action against the എന്റെ believers. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അങ്ങനെ ഒരു ആമേൻ ഹല്ലേലൂയ ആക്ഷൻ എടുത്തിട്ടുള്ളൂ. Only once in my lifetime I have to take an action. പൂർണ്ണ ഇഷ്ടത്തോടെ ആയിരുന്നില്ല. It's not with full my കമ്മിറ്റി consent. മെമ്പേഴ്സിന്റെ നിർബന്ധത്താലായിരുന്നു. It's because of the committee members. പിന്നത്തേത് ഞാൻ അതിൽ അനുഭവിക്കുവാനും ഇടയായിട്ടുണ്ട്. Later I was regretted. അത് പിന്നീടുള്ള ശുശ്രൂഷയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. But it helped me later in my ministry. വിശ്വാനിയുള്ള ബന്ധത്തിൽ കൊള്ളത്തില്ല, ആമേ ശരിയല്ല, കളഞ്ഞേക്കാൻ പറഞ്ഞ ആമേ ചില ആൾക്കാരുണ്ട്. So with respect to the ministry in Vishwani, some people asked me to remove them. പിന്നത്തേതിൽ അവരെ വളരെ പ്രയോജനമുള്ളവരാക്കുവാനും ആമേൻ ആ റീജിയന്റെയോ സ്റ്റേറ്റിന്റെയോ ഒക്കെ ലീഡേഴ്സ് ആക്കുവാനും കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. But later on they became very much useful ആമേൻ to the ഹല്ലേലൂയ. ministry. അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, So that's what it's said in the word of God. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ നാം ഇടപെടണ്ട. Don't involve in those നീ people. നിന്നെ തന്നെ ശ്രദ്ധിക്ക്. You just take care of നിന്നെ yourself. തന്നെ സൂക്ഷിക്ക്. You take care of നിന്നെ yourself. കുറിച്ച് ഭാരമുള്ളവരാക്.
So just involve in your കുടുംബത്തെ spiritual കുറിച്ച് life. ഭാരമുള്ളതാക്, Concentrate on your family. തലമുറകളെ കുറിച്ച് ആത്മഭാരമുള്ളവരാക്. So pray for your ആ generation. കാര്യം ദൈവം നോക്കിക്കൊള്ളും. Others matters they will take അതേ care. സമയത്ത് തന്നെ At the same time, ആമേൻ meek will inherit, ആമേൻ ഹല്ലേലൂയ, താഴ്മയുള്ളവർ ആമേൻ അവകാശമാക്കും. but the meek will inherit the earth. ആമേൻ ഒത്തിരി മിടുക്കന്മാരില്ലാത്ത, There are so many smart people. ഒത്തിരി ജ്ഞാനികളില്ലാത്ത സഭയിൽ ശുശ്രൂഷിക്കുവാൻ, സംഘടനയിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. So I have an opportunity to minister in a church where they അവരുടെയൊക്കെ are not very smart enough. അവരുടെയൊക്കെ ആ സഹകരണം, ഇടപെടൽ, പ്രാർത്ഥന, When I see that cooperation, love, പിന്നത്തേതിൽ ആ സംഘടന വളരുവാനിടയായിട്ടുണ്ട്. later on that സഭയിൽ organization grew. ആത്മാക്കൾ ധാരാളം വരുവാനിടയായിട്ടുണ്ട്. Lot of souls were added. ഇതൊക്കെ ദൈവപ്രവൃത്തിയാ. These are all God's. കാരണം the meek will inherit, ആമേൻ ഹല്ലേലൂയ, ആമേൻ ദൈവത്തിന് താഴ്മയുള്ളവർ, എളിമയുള്ളവർ, ആമേൻ ഭൂമിയെ പോലും കൈവശമാക്കുന്ന ദൈവവചനം പറയുന്നത്. That's why it says here, but the meek will inherit the earth and delight themselves in the abundance of യെരൂശലേമിൽ peace. നിറങ്ങിയ മിഷണറിമാർ, യെരൂശലേമിൽ നിറങ്ങിയ മിഷണറിമാർ, The missionaries from Jerusalem, ആമേൻ ഹല്ലേലൂയ, അന്ത്യോക്യയിൽ നിറങ്ങിയ മിഷണറിമാർ, missionaries from Antioch. ആമേൻ ഹല്ലേലൂയ, ഒരു സമയത്ത് എന്തൊക്കെയോ അഹങ്കാരങ്ങളും ആമേൻ ഉയർച്ചകളും ഉണ്ടായിരുന്നവരാ. So they were having so many good things in the life, പിന്നത്തേതിൽ സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമാകുവാൻ, but they humbled themselves for the ആമേൻ gospel. ചങ്ങല ധരിക്കുവാൻ, They are willing to take ആമത്തിൽ chains. കിടക്കുവാൻ, Even they were ആമേൻ imprisoned. ഹല്ലേലൂയ, ആമേൻ അവർ വളരെ മീക്കായി തീരുവാനിടയായി. So they humbled themselves. ആമേൻ they inherited the earth, ആമേൻ അവർ ഭൂമിയെ കൈവശമാക്കി. They inherited the earth. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവരൊക്കെ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം സഭകൾ ഉണ്ടാകുവാനിടയായി. My dear brothers and sisters, wherever they went, the churches കർത്താവിന് were planted. വേണ്ടി പ്രയോജനപ്പെടുന്നവരുണ്ടാകുവാനിടയായി. They were used mightily for the kingdom of God. അതുകൊണ്ടാ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, എന്റെ കൈവയ്പിനാൽ ആമേൻ നിന്നിൽ വന്ന കൃപയുടെ വരം അത് ജ്വലിപ്പിക്കണം. That's why Paul told Timothy, please uplift the gifts of grace. ആമേൻ. നാളുകളായി സഭയിൽ വരാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. I was praying for a person who is not coming to പല church. പ്രാവശ്യം നിർബന്ധിക്കുവാനിടയായി. So many times I was forcing them, പക്ഷേ ആമേൻ വരുന്നില്ല. but he is not coming. പിന്നത്തെ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത്, When I was trying to understand what the അവരെ reason, റിമോട്ടിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. so he was influenced by another ആമേൻ person. ഹല്ലേലൂയ, ആമേൻ ഒരു പ്രവാചകി, A prophetess. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ചർച്ചിൽ പോയാലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല. So according to her, even though you didn't attend the church, no problem. അവരുടെ വചനം കേട്ടാൽ മതി. You can hear my word. അവർ പറയുന്ന അനുസരിച്ചാൽ മതി. So just do what I say. ദൈവം എന്തിനാണ് നമുക്ക് പ്രാദേശിക സഭകളെ Then തരുവാനിടയായി? why we have these local churches? ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ തെറ്റിക്കുന്ന സംഗതികളുണ്ട്. That's why so many people influenced by other, ആമേൻ വേലക്കാരുണ്ട്, so many ആമേൻ ഹല്ലേലൂയ. ministers. ആമേൻ യോഗ്യതയില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത, ദൈവഭയമില്ലാത്ത, ആമേൻ ഹല്ലേലൂയ, ആമേൻ എന്താ പറയുന്നത്, കൗലിടയന്മാരുണ്ട്. So many ministers, unfaithful and unrighteous people in അതുകൊണ്ട് the അവരുടെ ministry. ജീവിതത്തിൽ പ്രാപിക്കേണ്ട പലതും അനുഭവിപ്പാൻ കഴിയുന്നില്ല. Because of that, believers could not receive the blessings. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രാപിച്ചിട്ടുള്ളതിനെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ പോലും കഴിയുന്നില്ല. Even they are not able to bring the people to the church. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, But the word of God says, ദുഷ്പ്രവർത്തിക്കാരോട് മുഷിച്ചിരു തോന്നാതെ, so don't fret against the wicked people. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടാതെ, Don't jealous about them. ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ, Submit them into ആമേൻ, God's hands. അങ്ങനെയുള്ളവർ ആമേൻ ദൈവ കൃപ, ആമേൻ ദൈവം കൊടുത്ത നന്മകൾ അവകാശമാക്കുവാനിടയാകും. They will inherit the blessings of ആമേൻ God. ഹല്ലേലൂയ. ഇവിടെ 5 വിധത്തിൽ ആമേൻ ഹല്ലേലൂയ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കാണുവാൻ കഴിയും. So there are 5 things you can see between ആമേൻ. the wicked people സഭയെ and the മുന്നോട്ട് righteous. പോകുന്നതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. So the time is ആമേൻ. limited now. 12 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കണം. 12 to 22 you can ഈ read. സങ്കീർത്തനം കഴിയുമെങ്കിൽ ഈ ആഴ്ച ഓരോ ദിവസവും ഒന്ന് വായിക്കണം. If possible, please read this ആമേൻ. daily. അതൊന്ന് പഠിക്കുവാനിടയാകണം. You can meditate and അത് learn, ഹൃദയത്തിൽ പ്രിൻസിപ്പിൾ ആയി കെട്ടുവാനിടയാകണം. so that it will talk to you. ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ പരാജയപ്പെടുവാനിടയാകും. So the wicked people will fail. മൂന്നാമത്തെ ഭാഗം 23 തുടങ്ങി 31 വരെയുള്ള വാക്യങ്ങളാണ്. The third part of Psalms 37 ആമേൻ is from ഹല്ലേലൂയ. verse ദൈവം 23. നീതിമാനെ സ്നേഹിക്കുന്നു. God loves the righteous man. ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്നു. The God established the righteous man. ആരാണ് നീതിമാൻ? Who is the righteous man? നീതിമാൻ ഒരുത്തൻ പോലുമില്ല.
not even a ആ single മേഖല human being. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ആമേൻ വിട്ടകന്നിരിക്കുന്നു. Everybody sinned. അങ്ങനെയാണെങ്കിൽ ആരാണ് നീതിമാൻ? Then who is the righteous ആമേൻ man? ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നവർ, Were the people who came to the cross, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, the people who were sanctified by blood of യേശുവിന്റെ Jesus, ക്രൂശിലെ അനുഭവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായവർ, the people who experienced the encounter of ആമേൻ cross. ഹല്ലേലൂയ, അവരാണ് നീതിമാന്മാർ. They are the righteous people. ആമേൻ ദൈവം അവരെ സ്നേഹിക്കുന്നു, God loved them. ദൈവം അവരെ അനുഗ്രഹിക്കും. God blessed them. അവർ ഒരു അനുഗ്രഹമായി മാറുവാനിടയാകും. They became a blessing. ആമേൻ 23-24 വാക്യങ്ങളിൽ ദൈവം അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. So here we can see God established them. ദൈവം അവർക്ക് ആഹാരം കൊടുക്കുന്നു. God gave them food. ആമേൻ ഹല്ലേലൂയ. ദൈവം അവരെ സ്നേഹിച്ച് ആമേൻ അവർക്ക് വേണ്ട നന്മകൾ നൽകുന്നു, അവർക്ക് വേണ്ടിയുള്ള അനുഗ്രഹം നൽകുന്നു, അവരിലൂടെ ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. So God blessed them in every provision, and through them God bless ആമേൻ others. ഒരു ഉറവ അനേകരുടെ ദാഹം തീർക്കുന്നത് പോലെ One stream will ആമേൻ ഹല്ലേലൂയ. give the water to ആമേൻ everybody. ആമേൻ നീതിമാൻ ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുന്നു. So he will receive knowledge from God. ആമേൻ ദൈവത്തിന്റെ പ്രമാണം, കൃപയുടെ പ്രമാണം അവരുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്നു. The statutes of grace in their heart. ആമേൻ ഹല്ലേലൂയ. നാലാമതായി Fourth part. ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഗുഡ് ആൻഡ് ഇവിൾ, നന്മയും തിന്മയും തമ്മിലുള്ളതായ ആമേൻ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു മത്സരം. The conflict between good and bad. ആമേൻ ഹല്ലേലൂയ അവിടെ കാണുവാൻ കഴിയുന്നത്. We can see. ആമേൻ ദുഷ്ടൻ ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ ഫോഷ്ക് പറയുന്നു. The wicked will try to destroy ആമേൻ. എന്നാൽ ദൈവം നീതിമാന്മാരെ ഉപേക്ഷിക്കുകയില്ല. but God will never forsake righteous ആമേൻ people. ഹല്ലേലൂയ. നീതിമാൻ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കും. ജസ്റ്റ് വിൽ എൻജോയ് ദ സെക്യൂരിറ്റി ആൻഡ് പീസ് ഫ്രം ഗോഡ്. നീതിമാൻ ആമേൻ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ സൂക്ഷിപ്പും അനുഭവിക്കും. So the God preserves righteous people. Praise the Lord. Praise the Lord. ദൈവം നമുക്ക് കാവൽ തന്നിട്ടുള്ള ദൈവദൂതന്മാരെയല്ലേ? God has given us the protection ആമേൻ with angels. ഹല്ലേലൂയ. ആമേൻ. കൂടാതെ In addition, ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ കാവലും കൂടെ ഉള്ളവരാ. we have the protection of Holy Spirit. Praise the Lord. Praise the Lord. ആമേൻ. പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആത്മാവാം ദൈവം നമുക്ക് കാവൽ നൽകുന്ന ദൈവമാണ്. When we learn about Holy Spirit, the Holy Spirit protect us. അതുകൊണ്ട് ഭക്തൻ പാടിയത് പരിശുദ്ധാത്മാവേ ആമേ ഹല്ലേലൂയ വരണമേ, പരിശുദ്ധാത്മാവേ ആമേ സഹായിക്കണമേ. അതിന്റെ അവസാനം പരിശുദ്ധാത്മാവേ ആമേ കാവൽ നൽകണമേ. That's why Saint wrote like this: Holy Spirit is coming and protect us. കാവലാണ് നമ്മെ സൂക്ഷിക്കുന്നതിന്റെ കാരണം. This is the protection from ആമേൻ Holy Spirit. ഹല്ലേലൂയ. നീതിമാൻ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ സമാധാനവും അനുഭവിക്കും. The righteous will enjoy the protection from God. അതിനാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് പറയുന്നത്. That is the word, the peace that understand all. നോക്കിയാൽ ഒന്നും കാണത്തില്ല. When you look, you will not see anything. ശൂന്യത മാത്രമാണ് മുമ്പിൽ. When it was vacuum, ആമേൻ. വഴി അവസാനിച്ചിരിക്കുകയാ. when you see the ways ended, അതിന്റെ മധ്യത്തിലും ഒരു സമാധാനം അനുഭവിക്കും. but even then you will have ആമേൻ. peace from God. പ്രിയമുള്ളവരുടെ വേർപാടിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, When the dearest people are departed, അവിടെയും ഒരു സമാധാനം അനുഭവിക്കും. you will enjoy the ആമേൻ. ആ peace. സമാധാനത്തിന്റെ പേരാണ് സകല ബുദ്ധിയെയും കവിയുന്ന ആമേൻ ദൈവിക സമാധാനം. The peace that overpass ആമേൻ. all ഹല്ലേലൂയ. understandings. ആമേൻ. വേദന അനുഭവിക്കുന്ന ചില കർത്താവിന്റെ ദാസന്മാരെയും ദാസന്മാരെയും കണ്ടിട്ടുണ്ട്. I see some people are അതിന്റെ grieving their കാരണം- relatives അതിന്റെ കാരണം അവർ കൃപയിൽ വളർത്തിക്കൊണ്ടുവന്ന തലമുറ റിബല്യസ് ആയി മാറി. because their generation became rebellious, അവർ വളരെ ഭാരത്തോടെ ഉപവസിക്കുകയും ആമേൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. because they were fasting and praying. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം അവർക്കൊരു സമാധാനം നൽകി. But God gave them peace. ആമേൻ. ആ സമാധാനം അവർ അനുഭവിച്ചത് കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. I heard they are saying, ഇന്ന് റിബല്യസ് ആയ, ഇന്ന് നാശത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന എൻ്റെ മകൻ, ഞാനെടുത്ത ഈ പുസ്തകവുമായി ഒരു ദിവസം നിന്ന് എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്ന ഞാൻ കാണുവാനിടയാകും. So that father was telling, even though he is rebellious today, he will take this Bible and he will do the ആ ministry. മാതാവ് ഒരുപാട് ദിവസങ്ങൾ കണ്ണുനീരൊഴുക്കിയതാ. That mother fasted and prayed so ആ many days. തലമുറയെ PCNIക്ക് പോയപ്പോൾ ആമേൻ കർത്താവിന്റെ നാമത്തിൽ പ്രയോജനപ്പെടുന്നവനായി ആമേൻ കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. I saw when I attended PCNAC, that young man became a minister now. ആമേൻ ഹല്ലേലൂയ. ഒരു വലിയ ദൈവിക സമാധാനം The peace from God. ആമേൻ നീതിമാൻ അനുഭവിക്കുവാൻ നൽകുന്ന
നൽകുന്ന സുരക്ഷിതത്വവും സമാധാനവും. the peace from and protection from God. ആമേൻ. എന്നാൽ അതേ സമയത്ത് ആമേൻ ദുഷ്ടൻ ഛേദിക്കപ്പെടുന്ന ആമേൻ അവനെ നീക്കിക്കളയുന്ന ഒരു സമയമുണ്ട്. The peace that passed all understanding. ജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും പ്രഗത്ഭർ ഇസ്രായേല്യരാണ്. When you see the knowledge in the field of knowledge, Israelites were the number one. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളുള്ള ബന്ധത്തിൽ ഏറ്റവും മികച്ചവർ അവരാണ്. When you see all the sophisticated weapons today in the world, Israelites were number one. യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി. So many months now war is going on. അവസാനിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? They could not end the war. ആമേൻ. എന്നാൽ അവരോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. But God told them. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തു ഭാഗത്തിരിക്കുക. Your enemies will become footstool. പറഞ്ഞത് തന്റെ പുത്രനോടുള്ള ബന്ധത്തിലാ. He said this അവരുടെ മശികയോടുള്ള ബന്ധത്തിലാ. about the Messiah. ആമേൻ. ഹല്ലേലൂയ. ആ വചനം അവർ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ, If they receive that word, ആമേൻ, ഞങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങളുടെ മശികയുടെ കയ്യിൽ ആമേൻ സർവശക്തൻ രാജ്യത്തെ കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. if you could believe that our Savior will have that kingdom, സകല ശത്രുക്കളെയും അവന്റെ പാദപീഠമാക്കുന്ന അർത്ഥാൽ ഞങ്ങളുടെ പാദപീഠമാക്കുന്ന ഒരു ദിവസമുണ്ട്. if people of Israel could understand this word of God, ആ ദിവസം വരെയും ഞങ്ങൾ അവന്റെ സന്നിധിയിൽ ശാന്തരായി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. if they could humble themselves at the feet of God, ആമേൻ. ആ തീരുമാനം അവരൊന്നും എടുത്തിരുന്നുവെങ്കിൽ, if they could take that decision, നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. let us bow our heads. ആമേൻ. ഈ സങ്കീർത്തനത്തിന്റെ ഈ വചനത്തിന്റെ ഈ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആമേൻ പകർത്തുവാനിടയായ, let us take and implement these principles. നാം ഒരു അനുഗ്രഹമായി മാറുവാനിടയാകും. We'll become a blessed നമ്മുടെ nation. തലമുറകൾക്ക് നാം ഒരു അനുഗ്രഹമായി മാറുവാനിടയാകും. We'll become blessings to our ആമേൻ. generation. ശരീരത്തെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ശക്തിയുടെ മേൽ നമുക്കൊരു ജയമുണ്ടാകുവാനിടയാകും. When the sickness tried to harm us, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. let us bow our heads. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. നമ്മെ സമർപ്പിക്കാം. നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാൻ ആമേൻ ചിലതൊക്കെ അവകാശമാക്കുന്നു വചനം പറയുന്നുവെങ്കിൽ അത് ഭൂമിയുടെ അറ്റം വരെയും ആമേൻ അവകാശമാക്കുവാൻ കൃപ തരുന്നൊരു ദൈവമുണ്ട്. ആമേ കാൽ വയ്ക്കുന്നിടത്തെല്ലാം ആമേ ഹല്ലേലൂയ ഒരു കൂട്ടത്തെ നൽകുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഒന്നും നമ്മുടേതല്ല, ശരീരം പോലും നമ്മുടേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതത്രേ. ആകയാൽ നന്ദിയോടെ അവന്റെ സന്നിധിയിൽ ഒന്നായിരിക്കാൻ, മുഷിച്ചിലുകൂടാതെ ഒന്നായിരിക്കാൻ, അസൂയ കൂടാതെ ഒന്നായിരിക്കാൻ, ആമേൻ, വൈരാഗ്യം കൂടാതെ ഒന്നായിരിക്കാൻ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, നമ്മെ തന്റെ മാർഗത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, ആമേൻ ഹല്ലേലൂയ, അതെല്ലാം വിട്ടുകളഞ്ഞ് അവങ്കിലേക്ക് നോട്ടിക്കൊണ്ട് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടമൊന്നോടുവാൻ ആമേൻ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരുന്ന ഒരാൾ സഭയാം കുടുംബത്തെയും